പിന്നെ എല്ലാവർക്കും ലിസാസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു കടലപ്പരിപ്പ് തേങ്ങാക്കറിയാണ്. അതിന് ആവശ്യമായിട്ടുള്ള പരിപ്പ് വേവിക്കുക. നമ്മൾ കുക്കറിലാണെങ്കിൽ 2-3 വിസിലിൽ വേവിച്ചെടുത്താലും മതി. അതിൻ്റെ മസാല റെഡിയാക്കാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് ചൂടാക്കി എടുക്കുക. ഇത് അധികം മൂത്ത് പോകാൻ പാടില്ല, കാരണം ഇത് മസാലകൾ പച്ചയ്ക്ക് നമ്മൾ എടുക്കാം, ചൂടാക്കി അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇതിനാവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ജീരകപ്പൊടി ഇടുക, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ട് ഇത് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കണം. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും 4-5 പച്ചമുളക് കീറിയതും കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനാവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കുക, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ആ കൂട്ടിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുത്ത് ഇളക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുറുക്കി എടുക്കേണ്ട സാധനമാണ്, വെള്ളം പോലെ അല്ല ഇരിക്കേണ്ടത്. പക്ഷേ ടേസ്റ്റി കറിയാണ്. കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഇത് വെച്ച് ധാരാളമായിട്ട് ചോറ് കഴിക്കാം. നല്ല അടിപൊളിയാണ്. ഇത് എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യലാണ്. പണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കറികളിലൊന്നാണിത്. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് കടുക് താളിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിച്ച് അതിലിച്ചിരി ഉലുവ പൊട്ടിക്കുക. ഉലുവ ഓപ്ഷണൽ മാത്രമാണ്. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. വെന്ത കറിയിലോട്ട് താളിപ്പ് ചേർത്ത് ഇളക്കുക. നമ്മുടെ രുചികരമായ കടലപ്പരിപ്പ് കറി റെഡിയായി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.